അതേ പൈങ്കിളി, ഞങ്ങൾക്ക് സുഖ. നിനക്ക് സുഖാണോ? എല്ലാരും അകത്തോട്ട് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എല്ലാരും അവിടെ ഇരിക്കേ. പൈങ്കിളി, നിന്റെ ദുബായ് ടൂറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയവേണ്ട, നന്നായി അടിച്ചു വെച്ച്. അവിടെ എല്ലാരും ദുബായ് മാളിലൊക്കെ കയറി. എന്റെ അമ്മോ, എന്തോരം വലിയ ദുബായ് മാളാ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് വരാനേ മനസ്സിലാവില്ല. പിന്നെ സ്കൂളൊക്കെ തുറന്നതല്ലേ, കുറെ സ്കൂളും ലീവായി പോയി, അതുകൊണ്ട് തിരിച്ചു വന്നു. അവിടെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വരണമെന്നേ തോന്നില്ല, അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. അതെയോ? ഇനി എപ്പോഴാ പോകുന്നേ? അറിയില്ല ശിവ, അങ്ങോട്ട് പോകാൻ കുറെ ദൂരമൊക്കെ ഉള്ളതല്ലേ, ഇനി കുറെ പൈസയൊക്കെ വേണ്ടേ, ഇനിയൊക്കെ പോകുന്ന അറിയില്ല. അപ്പോ ഇനി ചേച്ചി എപ്പോഴാ വരാ? അറിയില്ല, ചേച്ചി അവിടെ സെറ്റിൽഡ് ആയതല്ലേ, ചേച്ചി ചേട്ടൻ വിളിച്ച് വരായിരിക്കും. മുമ്പ് ചേച്ചി ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോ ചേച്ചി അത്ര തിരിഞ്ഞിരിക്കുമ്പോൾ അത്ര സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ചേച്ചിനെ കാണാത്തപ്പോ വല്ലാത്ത സങ്കടം. അപ്പൊ ഇനി ചേച്ചിയെ കാണാൻ പോയില്ലേ? കുറെ ദൂരല്ലേ, പിന്നെ അതുമല്ലാണ്ട് എനിക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പോയില്ലേക്കും. അറിയില്ല. എന്താ ചോദിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതോ, അത് ചോക്ലേറ്റ് ചോദിക്കുന്നെന്നാ തോന്നുന്നേ. മിന്നുമോളെ, നിനക്ക് ചോക്ലേറ്റ് വേണോ? നിനക്ക് എത്ര ചോക്ലേറ്റ് വേണം? പറ മിന്നു, നിനക്ക് എത്ര ചോക്ലേറ്റ് വേണം? ഇവളെന്താ പാത്തു എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അവൾക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നാ തോന്നുന്നേ. അതെ അതെ, അവൾക്കൊന്നും മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. മിന്നുമോളെ, നിനക്ക് എത്ര ചോക്ലേറ്റ് വേണമെന്നാ ചേച്ചി ചോദിച്ചേ? അവൾക്ക് 5 ചോക്ലേറ്റ് വേണമെന്നാ പറഞ്ഞേ. എന്റെ കയ്യില് എത്ര ചോക്ലേറ്റ് ഉണ്ടെന്ന് നോക്കിയേ. ഹായ്, ഭയങ്കര കുറേ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്റെ ചേച്ചി വാങ്ങിച്ചു തന്നതാ, ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ ഇത് എടുത്തോട്ടോ. താങ്ക് യു പൈങ്കിളി. ഞാൻ ഇതുപോലെയുള്ള ചോക്ലേറ്റ് ഒന്നും കഴിച്ചിട്ടേ ഇല്ല. താങ്ക് യു പൈങ്കിളി. എന്റെ കയ്യില് ഇനിയുമുണ്ട് ചോക്ലേറ്റ്, ഇത് നിങ്ങളെ ഷെയർ ഇട്ട് എടുത്തോളൂ കേട്ടോ. ശരി പൈങ്കിളി. പൈങ്കിളി, ഞങ്ങൾ എന്നാലും ഇറങ്ങാം കേട്ടോ. സമയം കുറേ വൈകി, നിന്നോട് സംസാരിച്ചതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. അതെ അതെ, നമ്മളെ വീട്ടിൽ നിന്ന് അന്വേഷിക്കും. ശരി പാത്തോ, എന്നാ ശരി ശിവേ, നമ്മളൊക്കെ നാളെ കാണാം. ബൈ. മോളെ, എന്തായാലും 2 മാസം കഴിഞ്ഞിട്ട് സ്കൂൾ തുടങ്ങിയതല്ലേ, അതുമല്ലാണ്ട് നീ കുറെ ദിവസം ലീവ് പോയി. അതുകൊണ്ട് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിക്കോട്ടോ. ഇങ്ങനെ ധൃതി പിടിച്ചോടല്ല. അമ്മേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട്